ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി പരിശോധിച്ചത് ചെറിയ സിനിമയാണ് പറഞ്ഞ പോലെ, കുഞ്ഞു സിനിമയെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇന്റർവ്യൂവിലൂടെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഒരു രാത്രി നടക്കുന്നൊരു സംഭവം, ആ സംഭവത്തിനെ ചൊല്ലിയിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതെങ്ങനെ റിസോൾവ് ആകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ വൺ നൈറ്റ് സ്റ്റോറീസ് ഒക്കെ പൊതുവേ മലയാളത്തിൽ കുറവാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ വന്നിട്ടുള്ള വൺ നൈറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ജാനമൻ പോലത്തെ സിനിമകളൊക്കെ. വൺ നൈറ്റ് സ്റ്റോറി കഥ പറയാനുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെ പറഞ്ഞാൽ റിസ്ക് എലമെന്റ് ഉണ്ട്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നൊരു സിനിമ, ഇത്രയും കഥാപാത്രങ്ങളുടെ സിനിമ, നമുക്ക് ഇവരൊന്നും എടുത്തെടുത്ത് ക്യാരക്ടറിന് ഒരു ഡെഫിനേഷൻ കൊടുത്ത് ഇതിനൊന്നും സമയമില്ല. നമ്മൾ നേരെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ നേരെ സബ്ജക്റ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ തുടക്കം. ഒരു പകലും പിന്നെ രാത്രി, ആ രാത്രി തീരുമ്പോഴേക്ക് സിനിമ അവസാനിക്കും. അപ്പം ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡൻ്റ് ആണ് ഞാൻ ഇതിൽ പലരോടും അച്ഛനുൾപ്പെടെ എല്ലാവരുടെ അടുത്തും നറേറ്റ് ചെയ്ത ഈ സംഭവമാണ്. ആ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റ് നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇത് സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഇത് ഷൂട്ട് ചെയ്തതും. അല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള കുറച്ച് നേരത്തെ പലപ്പോഴും ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലുള്ള കോമഡി ഒന്നും സിനിമയിൽ കാണാറില്ലല്ലോ എന്നുള്ളത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വലിയൊരു കോമഡി പടവും അല്ല, എന്നാലും വളരെ സിറ്റുവേഷനായിട്ടുള്ള ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ സിനിമ. ലിറ്ററലി ചെറിയ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അച്ഛൻ, സൈജോട്ടൻ ഇവിടെ വരാതെ, അജു ഇവിടെ വന്നിട്ടില്ല, സുരഭി, തൻവി ഇവിടെ വന്നിട്ടുള്ള, പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സുധീഷൻ എന്തായാലും 28 നാളെ റിലീസാവുന്നു. വലിയ പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു സിനിമകൾ, ഇപ്പം വലിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, വലിയ സ്കെയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ വലിയ ബജറ്റിൽ ഉണ്ടാകുന്ന സിനിമകൾ വലിയ വിജയം ഉണ്ടാകുന്നു. ഇപ്പം ജനറലി നമ്മൾ കണ്ടുവരുന്ന കുഞ്ഞു സിനിമകൾ ഓടാൻ അല്ലെങ്കിൽ കുഞ്ഞു സിനിമകൾ ആൾക്കാരിലോട്ട് എത്താനൊക്കെ ഒരു സമയം എടുക്കുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെയാണ് കുഞ്ഞു സിനിമകളൊക്കെ കയറിപ്പോണ്ടാകും. ആ രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ചാനൽസിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം തിയേറ്ററിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ ഫെബ്രുവരി 28 എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അത്രയേ ഉള്ളൂ. താങ്ക് യു.